ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ +2 C എക്സാം 2025 എന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ക്ലാസ്സുകൾ ഇപ്പം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ബേസിക്കലി നമുക്ക് 3 പോർഷൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ 10th ക്ലാസ് മുതലേ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. 10th ക്ലാസ്സിൽ കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +1 അതിന്റെ കുറച്ച് കണ്ടിന്യൂവേഷൻ, ഇപ്പൊ +2. അപ്പം ഇതിന്റെ ഒരു ടോട്ടൽ കണ്ടിന്യൂവേഷൻ ആണ് നമ്മളിപ്പോൾ +2 പഠിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒട്ടും ധാരണയില്ലാത്തവർക്ക് 1-2 എക്സാമ്പിൾസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ആ ഒരു ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫർദർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങളൊന്ന് ആ ഒരു പ്രോബബിലിറ്റിയുമായിട്ടൊന്ന് ലിങ്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. ആൻഡ് ഓൾസോ ഈ മെയിൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേയും കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞു തരാനുണ്ട്. അതായത് നമ്മൾ +1 പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീണ്ടും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കണം. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി +2 വരുന്ന സമയത്ത് ബേസിക്കലി 3 ടോപ്പിക്കുകളായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, സെക്കൻഡ് വൺ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സുകളുടെ കേസസ് ആണ്, തേർഡ് വൺ ഇസ് ബേസ് തിയറം. അപ്പൊ ഈ ഒരു 3 കേസുകളാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം 7 മാർക്കിനാണ് പ്രോബബിലിറ്റിയുടെ വെയിറ്റേജ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിട്ട് 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടാറുള്ളൂ. അതിൽ ആ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോർ ഷുവർ ബേസ് തിയറത്തിൽ നിന്നായിരിക്കും. ഒരു 90% ബേസ് തിയറത്തിൽ നിന്ന് ചോദിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഫുൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ വളരെ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ഇവന്റിന്റെ അകത്ത് ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതകൾ അല്ലെ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ എത്ര ചാൻസസ് ഉണ്ട് എന്ന് നോക്കുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. വെരി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നതിന്റെ കാര്യം അല്ലെ. കോയിൻ ടോസ് ചെയ്യുന്നത് എന്താ? ഒരു സിംഗിൾ കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു സിംഗിൾ കോയിൻ ഒരു 1 രൂപ കോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ടോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ടോസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കാറുണ്ട് അല്ലെ, എന്താ നിനക്ക് ഹെഡ് ആണോ കിട്ടിയത് ടെയിലാണോ കിട്ടിയത്. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ്, ആ ഒരു കേസിനെയാണ് ഞാനിവിടെ എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു എക്സ്പെരിമെന്റിൽ നമ്മളിങ്ങനെ ടോസ് ചെയ്തു, നമുക്കൊരു കാര്യം കിട്ടി. ആൻഡ് ഈ കിട്ടിയത് ഒരു ഹെഡ് ആകാം, ഒരു ടെയിൽ ആകാം അല്ലെ. അപ്പോൾ ഇവിടെ കോയിൻ ടോസ് ചെയ്യുന്നതിനെയാണ് ഞാൻ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പറഞ്ഞ പോലെ കോയിൻ ഇസ് ടോസ്ഡ്. ഒരു കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പൊ ഈ ഒരു കേസിൽ, ഈ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കംസ്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഹെഡും ടെയിലുമാണ് അല്ലെ. അതിനെയാണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഔട്ട്കംസ്. ആ ഔട്ട്കംസിന്റെ എത്രമാത്രം ഔട്ട്കംസ് നമുക്ക് ടോട്ടലി കിട്ടുന്നുണ്ടോ അതിനെ എല്ലാം കൂടെ എടുത്ത് നമ്മൾ സാമ്പിൾ സ്പേസിൽ ഇട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇവിടെ ഇപ്പൊ ഒരു ഹെഡും കിട്ടാം, ഒരു ടെയിലും കിട്ടാം അല്ലെ. ഈ പോസിബിലിറ്റി ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ് ഇതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കേസസുകൾ തരും. അങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു കോയിൻ ടോസ് ചെയ്തു, നിനക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ നിനക്ക് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രിസൈസ്ലി നമ്മൾ ഹെഡിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം, നമ്മുടെ ഇവന്റ് എന്ന് പറയുന്നത് നമ്മളപ്പോ എടുക്കുന്ന എന്താണ്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഔട്ട്കം ഏതുണ്ട്? ഇത് കിട്ടിയാലേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഹെഡ് എന്ന് പറയുന്ന കേസ് മാത്രമേ നമുക്കുള്ളൂ അല്ലെ. അപ്പൊ സാമ്പിൾ സ്പേസിൽ എത്ര നമ്പേഴ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഔട്ട്കംസുകൾ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് N(s) എന്ന് എഴുതാം. എത്ര എണ്ണം ഉണ്ട് മക്കളെ? 2 എണ്ണം ഉണ്ട്. ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. എന്നാൽ ഫേവറബിൾ ഔട്ട്കമിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട് അല്ലെ. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നതിന്റെ ടോട്ടൽ നമ്പർ എന്താന്ന് പറയാം? ഹെഡ് മാത്രമേ ഉള്ളൂ. സോ 1 ആണ്. ക്ലിയർ ആണോ? സോ N(f) = 1 എന്നും പറയാം. അപ്പൊ നമുക്ക് നമ്മളുടെ ടോട്ടലും കിട്ടി, നമ്മളുടെ ആവശ്യം അനുസരിച്ച് അത് എത്ര ഔട്ട്കംസ് ഉണ്ടെന്നുള്ളതും കിട്ടി. ഒരെണ്ണോടെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് കേസ്. ഇനി നമുക്ക് ഹെഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
ഗെറ്റിംഗ് എ ഹെഡ്. അപ്പൊ എങ്ങനെ ആയിരിക്കും ഇവിടെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസിന്റെ എണ്ണം. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് ഇവിടെ എത്രയാ 1 ആണ്, ടോട്ടൽ ഔട്ട്കം ഇവിടെ എത്രയാ 2 ആണ്. സോ ദ ആൻസർ വിൽ ബി 1/2. അങ്ങനെയല്ലേ വരത്തുള്ളൂ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? ഒന്നെങ്കിൽ ഒരു ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ടെയിൽ കിട്ടും, അല്ലെ? അപ്പൊ അതിന്റെ അകത്ത് 50-50 ചാൻസസ് ആണ്. ഞാൻ ആടുമ്പോൾ മേ ബി 50% ഒരു ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ആയിരിക്കും, 50 എന്തായിരിക്കും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി. അതായത് 100ൽ 50. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/2. മനസ്സിലായോടാ? അപ്പൊ ഇതാണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ. എന്നാൽ ഇതേ കേസിൽ നിന്ന് തന്നെ അടുത്ത 2 കോയിൻസുകൾ ടോസ് ചെയ്തു. ഇപ്പൊ ഞാനൊരു വ്യക്തി, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു വ്യക്തി. ഓക്കെ, ഇവർ 2 പേരുടെ അറ്റ് എ ടൈം 2 കോയിനുകൾ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ കോയിൻ തന്നെ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, ഒരേ കോയിൻ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തു, അടുത്തൊരാൾ അടുത്ത പ്രാവശ്യം ടോസ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ആയാലും കേസസ് നമുക്ക് പോസിബിൾ ആണ്. സോ ദെൻ 2 coins are tossed, അല്ലെങ്കിൽ ഒരു കോയിൻ 1 coin is tossed twice എന്ന് പറഞ്ഞാലും മതി. 2 കേസുകളും സാറ്റിസ്ഫൈഡ്. 2 ഡിഫറെന്റ് കോയിനുകൾ ടോസ് ചെയ്താലും, അതായത് ഒരു കോയിൻ തന്നെ 2 പ്രാവശ്യം, 2 പേര് 2 പ്രാവശ്യമായിട്ട് ടോസ് ചെയ്താലും സെയിം കണ്ടീഷൻ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എന്ത് വരും? അതിന്റെ അകത്ത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തപ്പോ എനിക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കും. മറ്റേ ആളും വാങ്ങിച്ച് ടോസ് ചെയ്തു, അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന കോയിൻ എടുത്ത് ടോസ് ചെയ്തു. ആ ആൾക്കും ഹെഡ് തന്നെ കിട്ടണമെന്ന് നിർബന്ധം ഉണ്ടോ? ഇല്ല. അയാൾക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. അപ്പൊ ഫസ്റ്റ് കേസ് മേ ബി എനിക്കും ഹെഡ് കിട്ടി, ആൾക്കും ഹെഡ് കിട്ടി. അടുത്തത് എനിക്ക് ഹെഡ് കിട്ടും, അവർക്ക് ചിലപ്പോൾ ടെയിൽ ആയിരിക്കും കിട്ടുന്നത്. അടുത്ത എനിക്ക് ടെയിൽ കിട്ടി, അവർക്ക് ചിലപ്പോൾ ഹെഡ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് എനിക്കും അവർക്കും ടെയിൽ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോടാ? സോ HH ആകാം, HT ആകാം, TH ആകാം, TT ആകാം. സോ ദീസ് ആർ ദ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസിനെയും ഞാൻ നേരത്തെ പിടിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് ഒരു കേസ് എന്നോട് പറയാണ്, ഐ ഹാവ് ടു ഫൈൻഡ് എന്താ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. വായിക്കുമ്പോൾ മനസ്സിലാക്കണം, അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും ഒക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എനിക്ക് ഒരു ഹെഡ് എങ്കിലും കിട്ടണം. ഒന്നിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ കുറവ് എനിക്ക് ഒരു ഹെഡ് എങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് നീ തരണം, അല്ലെങ്കിൽ ഒരു ഹെഡ് എങ്കിലും നമുക്ക് ടോസ് ചെയ്യുമ്പോൾ കിട്ടണം. കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇവിടെ നോക്കിക്കേടാം, ഏതൊക്കെയായിരിക്കും നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ ഔട്ട്കംസുകളാണ് ആ സാമ്പിൾ സ്പേസിലുള്ളതെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയുണ്ട്? ഇവിടെ HH ഉണ്ട്, അപ്പൊ അവിടെ 2 ഹെഡ് ഉണ്ട്. അപ്പൊ ഓക്കെ, സന്തോഷമായി. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലാ ചോദിച്ചാൽ, ഒന്നിൽ കൂടുതൽ എത്ര ആയാലും ഹാപ്പിയാണ്. അപ്പൊ ഇവിടെ HH ഉണ്ടായത് കൊണ്ട് എനിക്ക് അത് കൺസിഡർ ചെയ്യാം. അടുത്തത് HT ആകുന്ന സമയത്ത് ഓക്കെ, ഒരു ഹെഡും ഒരു ടെയിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും ഉണ്ടായാൽ മതി. സോ രണ്ടാമത്തതും എനിക്ക് എടുക്കാം. അടുത്തത് വന്നിട്ട് TH ആണ്, അവിടെ എനിക്ക് ഒരു ഹെഡ് കിട്ടുന്നുണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ TT എന്ന് നോക്കിയാൽ അവിടെ ഹെഡേ ഇല്ല. സോ ദെൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. സോ എനിക്ക് ആരൊക്കെ മാത്രമേ ഉള്ളൂ? ഈ 3 ടേംസുകൾ മാത്രമേ എന്റെ ഫേവറബിൾ ഔട്ട്കംസിൽ ഉള്ളൂ. ക്ലിയർ ആണോടാ? ഒരു കണ്ടീഷൻ തരും, ആ ഒരു ഇവന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ ഔട്ട്കംസ് ആണോ സാമ്പിൾ സ്പേസിലുള്ളത് അതിനെ മാത്രം പിക്ക് ചെയ്തെടുക്കുന്നതാണ് ഫേവറബിൾ ഔട്ട്കംസിൽ വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ദെൻ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്തായിരിക്കും? ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ total outcomes ന്റെ എണ്ണം. So which is equal to favorable outcomes is 3. Total outcomes എത്രണ്ണം ഉണ്ടായിരുന്നു? 4. So the probability will be 3/4. ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ 3 കോയിൻസ് ടോസ് ചെയ്യുന്നതുകൊണ്ട് HH, HTH എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കേസ് നോക്കുക. ആൻഡ് ഓൾസോ ഡൈസിന്റെ കേസും അതേപോലെ തന്നെ കാർഡ്സിന്റെ കേസും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ആക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോയിൻസിന്റെ 2 കേസുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. കോയിൻ ഇസ് ടോസ്ഡ് വൺസ് ആൻഡ് കോയിൻ ഇസ് ടോസ്ഡ്
ട്വൈസ് അല്ലെങ്കിൽ 2 coins are tosses. അപ്പൊ ഈ ഒരു കേസാണ്. 3 coins വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഞാൻ പോസിബിൾ ഔട്ട്കംസ് മാത്രം ഞാൻ തരാം. 3 coinsന്റെയും അതേപോലെ തന്നെ ഡൈസിന്റെയും അതേപോലെ തന്നെ കാർഡ്സിന്റെയും. ഇത് ഇത്രയാണ് കോമൺലി വരുന്ന കേസ്. അതല്ലാതെയും വരും. ബാക്കിൻ്റെയൊക്കെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റ് നമുക്ക് അതിന്റെ കണ്ടീഷൻസ് അതിൻ്റെ അത് പറയുന്ന അനുസരിച്ച് ഔട്ട്കംസിന് വ്യത്യാസം വരും. പക്ഷെ കോമൺലി നമുക്ക് ഒരേപോലെ തന്നെ വരുന്ന ഏതൊക്കെയാ കോയിൻസിനും ഡൈസിനും അതേപോലെ തന്നെ കാർഡ്സിനുമാണ്. ആ 3 എണ്ണത്തിന്റെയും എന്തൊക്കെ പോസിബിൾ ഔട്ട്കംസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് എന്തിലേക്ക് പോകാം, റിസൾട്ടിലേക്ക് പോകാം. അപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു പ്രോബബിലിറ്റി എവിടെയോ മൂലയ്ക്ക് കിടന്ന പ്രോബബിലിറ്റി നിങ്ങൾക്ക് പൊടിതട്ടി എടുത്ത് ഏകദേശം മൈൻഡിലൊന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിലേക്ക് പോകാം. ഇതിന്റെ 3 കോയിൻസിന്റെ കേസ് കൂടെ മിസ് ഒന്ന് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മക്കൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നോക്കിയിട 3 കോയിൻസ് ടോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓക്കെ 3 coins are tossed simultaneously. 3 coins are tossed simultaneously. നോക്കിക്കേ എത്ര പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ 3 കോയിൻസുകൾ അറ്റ് എ ടൈം 3 പേര് ഇങ്ങനെ ഇരുന്ന് കോയിൻ ടോസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒരാള് ഒരു പ്രാവശ്യം ടോസ് ചെയ്യുന്നു, ഞാൻ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്താൾ അങ്ങനെ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്തുമാത്രം പോസിബിലിറ്റീസ് ആയിരിക്കും ഉള്ളത്. ഒന്നെങ്കിൽ 3 പേർക്കും ഹെഡ് കിട്ടും അല്ലെ. അടുത്തത് പോസിബിലിറ്റി എന്താ, എനിക്ക് ഹെഡ് കിട്ടാം, അടുത്ത ആൾക്ക് ഹെഡ് കിട്ടാം, അടുത്ത ആൾക്ക് ടെയിൽ വരാം. ഇനി ഈ ടി നടുക്കോട്ട് പ്ലേസ് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ടി നടുക്ക് കൊടുക്കാം, അതേപോലെ ടി സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം. ആ ഒരു പോസിബിലിറ്റി കഴിഞ്ഞു. ക്ലിയർ ആണോ? സോ എച്ച് 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 ടി എച്ച് ടി എച്ച് ടി എച്ച് എച്ച്. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 ഹെഡ് ഉണ്ടായിരുന്നു, ഇനി 2 ഹെഡായി, ഇനി ഒരു ഹെഡായിട്ട് അത് മാറ്റാം. ആദ്യം ടി ടി എച്ച്, ആ 2 ഹെഡായി, പിന്നെ എച്ച് വരുന്നു. ഇനി ഈ എച്ചിനെ നമുക്ക് ഓരോ പൊസിഷൻ മാറ്റി കൊടുക്കാം. ടി എച്ച് ടി അതേപോലെ എച്ച് ടി ടി. ഓക്കെ, ഇനി അതുമായി. ഓക്കെ, അപ്പൊ 3 ഹെഡായി, 2 ഹെഡായി, 2 ഹെഡ് ആവുന്ന 3 കേസുകളായി, 1 ഹെഡ് ആവുന്ന 3 കേസുകളായി. ഈ ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ടി ടി ടി. സോ ദീസ് ആർ ദ പോസിബിൾ ഔട്ട്കംസ്. എത്ര എണ്ണം ഉണ്ടടാ? 2, 4, 6, 8 പോസിബിൾ ഔട്ട്കംസ് ആണ് 3 കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള കേസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിക്കകത്തോട് ഇൻക്ലൂഡഡ് ആയിട്ടും അല്ലാതെയും വരുന്ന പ്രോബ്ലംസുകളുണ്ട്, ബേസിക് പ്രോബ്ലംസുകളൊക്കെ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഔട്ട്കംസ് നോക്കുക, എച്ച് എച്ച് എച്ച്, പിന്നെ ലാസ്റ്റിൽ ഞാൻ 2 എച്ച് കൊടുത്തു, ടി കൊടുത്തു, ആയിട്ട് അവസാനം ടി കൊടുത്തു, പിന്നെ നടുക്ക് ടി കൊടുത്തു, ആദ്യം ടി കൊടുത്തു, അത് കഴിഞ്ഞു. അതിനുശേഷം ഒരു എച്ച് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് അവസാനം, നടുക്ക്, തുടക്കം, പിന്നെ ലാസ്റ്റിൽ ടി ടി ടി. എങ്ങനെയാണ് എഴുതിയാൽ കുഴപ്പമില്ല, 8 എണ്ണം വേണം. റിപ്പീറ്റഡ്ലി അല്ലാത്ത 8 യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ വരുന്നത് അറ്റ്മോസ്റ്റ് 2 ഹെഡ് വരാം, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 3 ഹെഡ്, പിന്നെ അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അല്ലെങ്കിൽ 1 ഹെഡ്, അല്ലെങ്കിൽ 3 ഹെഡ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ആയിട്ടുള്ള ടെയിലിന്റെ കേസിലും ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകൾ വരാം. അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും ഒന്ന് മനസ്സിലാക്കി വെക്കാം. അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും കുറവ് എനിക്ക് 2 ഹെഡ് എങ്കിലും കിട്ടണം. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നോക്കിയേ, ഏറ്റവും കുറവ് 2 എണ്ണം, കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇതെടുക്കാം, 3 എടുക്കാം. ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ, അപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 1 ഉള്ളൂ, എടുക്കാൻ പറ്റില്ല. ഇവിടെ 1 ഉള്ളൂ, ഇവിടെ ഒന്നും തന്നെ ഇല്ല, അപ്പൊ അതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാലോ, അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് 2 ഹെഡ് വരെ മതി. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല, 2 ഹെഡ് വരെ മതി. കുറവ് എത്രയായാലും കുഴപ്പമില്ല. അപ്പൊ ഏതൊക്കെ ആയിരിക്കും എടുക്കുന്നത്? അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് എത്ര ആയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ 2 ഹെഡ്. അപ്പൊ ഇതെടുക്കാം, ഇതെടുക്കാം, ഇതെടുക്കാം. ഇവിടെ 1 ഹെഡേ ഉള്ളൂ, കുറവാണ്, കുഴപ്പമില്ല. ഇതെടുക്കാം, ഇത് 3 എടുക്കാം, ആൻഡ് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ 0, 1, 2 ആയിരിക്കും ഇവിടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് 2 എണ്ണം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് 2, അതിന് മുകളിലേക്ക് നോക്കാൻ പാടുള്ളൂ. അതേ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന കേസുകൾ. പിന്നെ നോട്ട് ഹെഡ്, നോട്ട്
ടെയിൽ എന്നൊക്കെ പറഞ്ഞു വരും. അതൊക്കെ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എക്സസൈസ് ക്വസ്റ്റ്യൻസുകൾ നോക്കിയാൽ മതി. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണും, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് 3 കോയിൻസുകളുടെ കേസ്. അപ്പൊ 3 കേസുകളാണ് കോയിൻസിൽ പഠിച്ചത്. ഒരു സിംഗിൾ കോയിൻ ടോസ് ചെയ്യുന്നു ആൻഡ് ഒരു 2 കോയിൻസ് സൈമൾട്ടേനിയസ്ലി ടോസ് ചെയ്യാണ്, അതേപോലെ 3 കോയിൻസ് ടോസ് ചെയ്യാണ്. അപ്പോൾ ഉള്ള ടോട്ടൽ ഔട്ട്കംസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഓരോ ഇവന്റ്സിന്റെ വ്യത്യാസം അനുസരിച്ച് ഫേവറബിൾ ഔട്ട്കംസ് മാറും, അതനുസരിച്ച് പ്രോബബിലിറ്റി മാറും. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്താണ് ഡൈസിന്റെ കേസ് നമുക്ക് അറിയുന്നത്. ഡൈസ് നോക്കിയടാ, ഡൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അറിയത്തില്ലേ? ഏണിയും പാമ്പും ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ 1 മുതൽ 6 വരെ ഒക്കെ ഉള്ള അതാണ്. അതിന്റെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 എണ്ണമാണ് വരുന്നത് കേട്ടാ, 36 എണ്ണം. അപ്പൊ 36 എണ്ണത്തില് ഇവിടെ നോക്കി ഏതൊക്കെ ആയിരിക്കും. എനിക്ക് 1 വരാം, അടുത്ത ആക്കും 1 വരാം, അടുത്ത എനിക്ക് 1 അടുത്ത ആക്ക് 2 വരാം, 1 3 വരാം, 1 4 വരാം, 1 5 1 6, പിന്നെ 2 1 വരാം, 2 2. ഇങ്ങനെ എഴുതാം, നിങ്ങളുടെ സമയം കളയുന്നില്ല, എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോടാ, ഇത്രയും പോസിബിലിറ്റീസ് ആണ് എനിക്ക് ഡൈസിന്റെ കേസിൽ. ടോട്ടൽ പോസിബിലിറ്റി ഇതായിരിക്കും. എനിക്ക് ഒരാൾക്ക് 1 കിട്ടുമ്പോൾ അടുത്താക്ക് 1 വരാം, അല്ലെങ്കിൽ ഒരാൾക്ക് 1 കിട്ടുമ്പോൾ അടുത്താക്ക് 2 വരാം, അല്ലെങ്കിൽ ഒരാൾക്ക് 1 കിട്ടുമ്പോൾ അടുത്താക്ക് 3 വരാം. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സുകൾ ഉണ്ട്. സോ 36 പോസിബിൾ ഔട്ട്കംസ് ആണ് ഡൈസിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കുക അതനുസരിച്ച് ഫേവറബിൾ ഔട്ട്കംസിന് വ്യത്യാസം സംഭവിക്കും. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ഡൈസ് ഉണ്ട്, 2 പേര് അപ്പുറം ഇപ്പുറം വരുന്ന ഡൈസ് ഇടുകയാണ്. അന്നേരം 2 പേർക്കും കിട്ടിയ നമ്പേഴ്സുകളുടെ സമ്മ് 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര ആണ് എന്ന് ചോദിക്കുമ്പോൾ 4 ആകുമ്പോൾ ഏതൊക്കെയാ, 1 ഉം 3 ഉം ആഡ് ചെയ്യുമ്പോൾ 4 ആണ്, പിന്നെ 2 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ 4 ആണ്, പിന്നെ 3 ഉം 1 ഉം ആഡ് ചെയ്യുമ്പോൾ 4 ആണ്. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം 4ന്റെ വ്യത്യാസം, അതായത് 4 + 1 = 5 ആവും. പിന്നെ ബാക്കിയെല്ലാം അതിൽ കൂടുതൽ ആളാണ്. സോ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 3 2 2 3 1. എത്ര എണ്ണം കാണും? 1 3 2 2 3 1 അല്ലെ? അപ്പൊ ഈ 3 എണ്ണമാണ് ഞാൻ ജസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞത്, കിട്ടുന്ന 2 നമ്പേഴ്സുകളുടെയും സമ്മ് 4 കിട്ടുക എന്നുള്ളത്. അപ്പൊ 3 ഫേവറബിൾ ഔട്ട്കംസ് ആണുള്ളത്. ടോട്ടൽ സാമ്പിൾ സ്പേസിന്റെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് 3 എന്ന് കിട്ടി. സോ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ which is equal to 3/36. ക്യാൻസൽ ചെയ്താൽ 1/12 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ അതേപോലെ കണ്ടീഷൻസ് മാറി വരും. കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ച് അവിടെ ഫേവറബിൾ ഔട്ട്കംസിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സുകളുടെ വ്യത്യാസം സംഭവിക്കും. അപ്പൊ അവിടെ എണ്ണത്തിന്റെ വ്യത്യാസം സംഭവിക്കും. അതനുസരിച്ച് പ്രോബിലിറ്റി മാറും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചത് മാത്രം. ഇവിടെ <9 അല്ലെങ്കിൽ <9 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ആയിട്ടുള്ള എത്രയോ പോസിബിൾ കേസുകളിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കും. എനിവേ ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഡൈസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്തതാണ് കാർഡ്സ് വരുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. ഓക്കെ, പ്ലേയിങ് കാർഡ്സ് അല്ലെ? കാർഡ്സിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ബോക്സ് ഞാൻ പറയുന്ന മാത്രം പിടിച്ചാൽ മതി. 52 കാർഡ്സുകളാണ് മൊത്തത്തിലുള്ളത് അല്ലെ? ഈ 52 കാർഡ്സിനെ നമുക്കറിയാം 2 ആയിട്ടാണ് തിരിക്കുന്നത്. എന്താ? റെഡ് കാർഡുകളും ഉണ്ട്, ബ്ലാക്ക് കാർഡ്സും ഉണ്ട് അല്ലെ? പകുതി പകുതി ആയിട്ട്, പകുതി റെഡ് കാർഡും പകുതി ബ്ലാക്ക് കാർഡും ആണ്. അപ്പൊ റെഡ് കാർഡ്സ് എത്ര കാണും? 26 അല്ലെ? ബ്ലാക്ക് കാർഡ്സ് എത്ര കാണും? 26. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ബോക്സ്. മൊത്തത്തിൽ കാർഡ്സ് 52 കാർഡ്സ് ആയിരുന്നു. അതിനെ 2 ആയിട്ട് തിരിച്ചു. റെഡ് കാർഡ്സ് 26, ബ്ലാക്ക് കാർഡ്സ് 26. റെഡ് കാർഡ്സ് 2 ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാ? ഹാർട്ട്സും ഡയമണ്ട്സും. ഓക്കെ, ബ്ലാക്ക് കാർഡ്സ് 2 ആയിട്ട് തിരിക്കാം. സ്പേഡ്സും ക്ലബ്സും. ഓരോന്നും 13 എണ്ണം വീതമുണ്ട്. ഓക്കെ, ഇതാണ് കേസ്.
ഇനി 13 കാർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണത്തിലുള്ളത് തന്നെയാണ് റിപ്പീറ്റഡ്ലി വരുന്നത്. അപ്പൊ ഒരെണ്ണത്തില് ഒരു കിങ് ആണ്, ഒരു ക്യൂൻ ആണ്, ഒരു ജാക്ക് ആണ്, ഒരു ഏസ് ആണ്. പിന്നെ നമ്പേഴ്സുകളില് 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്പേഴ്സുകളായിരിക്കും. അപ്പൊ തന്നെ കാർഡ്സുകളുടെ എണ്ണം നോക്കി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കണ്ടോ. ഇതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി എല്ലാത്തിലും കെ, ക്യൂൻ, ജാക്ക്, ഏസ് നമ്പേഴ്സ് 2 മുതൽ 10 വരെ കാണും. ഇവിടെയും സെയിം. അപ്പൊ ഇത്രയാണ് കാർഡ്സുകൾ വരുന്നത്. അതിന്റെ അകത്ത് പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ പിക്ചർ കാർഡ്സ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കിങ്, ക്യൂന്, ജാക്ക്, ഈസ് ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് പിക്ചർ കാർഡ്സ്. പിക്ചർ ഉള്ള കാർഡ്സ് അത്രേ ഉള്ളൂ. നമ്പർ കാർഡ്സുകളാണ് 2 മുതൽ 10 വരെ. എന്ത് കാർഡ്സാ? നമ്പർ കാർഡ്സ്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഫേസ് കാർഡ്സ്. ഫേസ് ഉള്ള കാർഡ്സ് അതായിരിക്കും കിങ്ങും ക്യൂനും ജാക്കും. അപ്പൊ ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കാർഡ്സിന്റെ എല്ലാ കേസിലും ഫേവറബിൾ ഔട്ട്കംസ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ 52 കാർഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ 52 കാർഡാണ് ടോട്ടൽ ഔട്ട്കംസ്. അതിന്റെ അകത്തുനിന്ന് ഒന്ന് എടുത്തു കഴിയുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്കംസ് വിൽ ബി 52. അതിൽ നിന്ന് എത്ര ഫേസ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? കിങ് ക്യൂൻ ജാക്ക്. ഇവിടെ കിങ് ക്യൂൻ ജാക്ക് 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ 3 into 4 12 കാർഡ്സുകളാണ് ഫേസ് കാർഡ്സ് വരുന്നത്. സോ 12 divided by 52 ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഈ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പിക്കാം. പിന്നെ എപ്പോഴും സാമ്പിൾ സ്പേസ് 52 ആയിരിക്കത്തില്ല. ചില കേസുകൾ ഇങ്ങനെ പറയും, അതിൻ്റെ അകത്തുനിന്ന് ഫേസ് കാർഡ്സുകളെ എടുത്ത് മാറ്റി ബാക്കി നിൽക്കുന്ന കാർഡുകളിൽ നിന്ന് ഇത്ര കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആ എടുത്തു മാറ്റിയേക്കുന്നതിനെ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പൊ ഫേസ് കാർഡ്സ് ഇപ്പം 12 എണ്ണോ ആദ്യമേ നമ്മളോട് പറയാണ് ഫേസ് കാർഡ്സുകളെ ഞാൻ ആദ്യമേ അങ്ങ് മാറ്റി കേട്ടോ. ഇനി നിൽക്കുന്നതിൽ നിന്ന് 2 എന്ന് പറയുന്ന നമ്പർ കാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ 12 എണ്ണം മാറ്റുമ്പോൾ 52 12 കുറച്ച് എത്രയാ? 40 കാർഡ്സേ കാണത്തുള്ളൂ. അതിൽ നിന്ന് 2 കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ 2 എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം. 4 divided by 40, 1/10. മനസ്സിലായി? അപ്പൊ ആ രീതിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. എന്തായാലും ഔട്ട്കംസ് വിൽ ബി ഇതായിരിക്കും. അപ്പൊ ഇത്രയാണ് 3 കാര്യങ്ങളാണ്. കോയിൻസിന്റെ തന്നെ 1 കോയിന്, 2 കോയിന്, 3 കോയിന്, പിന്നെ വരുന്നത് ഡൈസ്, പിന്നെ വരുന്നത് കാർഡ്സ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലേക്ക് ക്വസ്റ്റ്യൻസുകൾ ഏതെങ്കിലും ഒക്കെ വന്നാൽ വരും എന്നുള്ളതല്ല. പക്ഷെ എങ്കിലും ഇതൊന്ന് നോക്കി വെച്ചാൽ ഏതെങ്കിലും കേസുകളിൽ എത്രയാണ് ഫേവറബിൾ ഔട്ട്കംസ്, എത്രയാണ് ടോട്ടൽ ഔട്ട്കംസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാത്തവർക്ക് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, എഴുതിക്കാം. മക്കളെ നോക്കിയിട്ട് +1ന്റെ അകത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഇനി +2ന്റെ അകത്തൂടെ ഉള്ളതാണ്. ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻസുകളാണ്. ഇത്രയല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി തരാം. ഞാനപ്പോൾ ആ ഇക്വേഷൻസ് ഒരുമിച്ച് തന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോകാം പ്രോബ്ലംസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നതിൽ കൂടുതലും നിങ്ങൾ +1 പഠിച്ചത് തന്നെയാണ്. ബട്ട് ഞാൻ അതിനെ ഒന്ന് ഒരുമിച്ച് എഴുതിയത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കുമല്ലോ. നോക്കിയടാ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് റിസൾട്ട് ഇസ് ദാറ്റ് P of A, അതായത് ഏതെങ്കിലും ഒരു ഇവന്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇവന്റ് നമുക്ക് തരുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ ഇവന്റ് ഞാൻ അവിടെ ഫേവറബിൾ ഔട്ട്കംസിന് F എഴുതിയതിന് പകരം ഇവിടെ A എന്ന് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ A എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രോബിലിറ്റി കിട്ടാനുള്ള ഫേവറബിൾ ഔട്ട്കംസ് എത്രണ്ണമാണോ അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണത്തിന്റെ എണ്ണവുമായിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് ഇസ് P of A നടക്കാനുള്ള പ്രോബിലിറ്റി വിൽ ബി N of A by N of S. വെരി കോമൺ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോബിലിറ്റിയുടെ ബേസിക് ഇക്വേഷൻ. ഒരു ഇവന്റ് നടത്താനുള്ള പ്രോബിലിറ്റി വിൽ ബി ആ ഇവന്റിന്റെ ഫേവറബിൾ ഔട്ട്കംസ് ത്തിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ്, അതായത് എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, അതായത് ടോട്ടൽ ഔട്ട്കം. അപ്പൊ ടോട്ടൽ ഔട്ട്കം ആണ് നമ്മൾ ഒരു ഇവന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആ സാമ്പിൾ സ്പേസിന്റെ തന്നെ കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് നോക്കുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് എന്ത് തന്നെയാ? സാമ്പിൾ സ്പേസ്. ടോട്ടൽ ഔട്ട്കമും സാമ്പിൾ സ്പേസ്. അപ്പൊ ഇവിടെ ഇതേ ഇക്വേഷനിൽ തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ. P of A ക്ക് വരും P of S എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? N of S ഡിവൈഡഡ് ബൈ ഓൾറെഡി N of S ആണ്. അപ്പൊ N of S എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട, ഇങ്ങനെ ഓർക്കുക. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി വിൽ ബി 1 ആയിരിക്കും. അടുത്തത് P of 5 എന്താണെന്നറിയാമോ? നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ +1 സെറ്റ് ഒക്കെ പഠിച്ചവരാണ്.
സെറ്റിന്റെ അകത്ത് യാതൊന്നുമില്ല, ഒരു എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് എടുത്തു, ഈ കോയിന്റെ കേസ് തന്നെ എടുക്കാം, 2 കോയിൻസുകളുടെ കേസ് എടുക്കാണ്. അപ്പൊ HT വരും, TH വരും, അങ്ങനെ HT വരും, TH വരും, HH വരും, TT വരും. ഈ 4 പോസിബിലിറ്റി ആണല്ലോ. അതിൽ തന്നെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, പിന്നെ അറ്റ്ലീസ്റ്റ് 3 ഹെഡ്സ്, 3 ഹെഡ് എനിക്ക് വേണം. പക്ഷേ സാമ്പിൾ സ്പേസിൽ അങ്ങനെ ഉണ്ടോ? HH ആണ് ഏറ്റവും കൂടുതൽ, 2 ഹെഡ് വരെ വരത്തുള്ളൂ. 3 ഹെഡ് വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഫേവറബിൾ ഔട്ട്കംസിൽ ഒന്നും എടുത്തിടാൻ കാണത്തില്ല. സോ ദാറ്റ് ഇസ് ഫേവറബിൾ ഔട്ട്കംസ് അവിടെ ഒന്നും തന്നെ കാണത്തില്ല, അതൊരു empty സെറ്റ് ആയിരിക്കും. അങ്ങനെ empty സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി അത് നടക്കത്തില്ല. അപ്പൊ നടക്കുന്ന കാര്യത്തിന് നമുക്ക് എത്രമാത്രം ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദ ആൻസർ വിൽ ബി 0. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട്, ദാറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഇവന്റ് അവർ ഡിഫൈൻ ചെയ്തു, അത് നടക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്ന ഒരു സെറ്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, നമ്മൾ ഇതുവരെയും എടുത്ത ഫേവറബിൾ ഔട്ട്കംസിലൊക്കെ നമ്മളൊരു ഇവന്റ് ഡിഫൈൻ ചെയ്യുന്നു, ആ ഒരു കാര്യം നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇതെന്താ? നോട്ട് A, അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ P of A കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അതെന്തായിരിക്കും? ടോട്ടൽ എന്തായാലും ഒരു പ്രോബബിലിറ്റി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്രോബബിലിറ്റിയുടെ ടോട്ടൽ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. ഒരു ഷുവർ ഇവന്റ് എന്തായാലും അത് തന്നെയാണ്, ഷുവർ ഇവന്റ് ആണ് എന്നുണ്ടെങ്കിൽ 1 ആണ്. അതുകൊണ്ടാണ് ടോട്ടൽ ഔട്ട്കം എടുത്തപ്പോൾ 1 എന്ന് കിട്ടിയത്. ഏറ്റവും മാക്സിമം 1 വരെ പറ്റത്തുള്ളൂ, ഏറ്റവും മിനിമം 0 വരെ വരത്തുള്ളൂ. നെഗറ്റീവ് വാല്യൂ നിങ്ങൾക്ക് പ്രോബിലിറ്റിയിൽ വരത്തില്ല. 1നേക്കാൾ കൂടിയ ഒരു വാല്യൂ പ്രോബിലിറ്റിയുടെ ആൻസർ ആയിട്ട് വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. നമ്മൾ പലതും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഡെസിമൽ ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 1നേക്കാൾ കൂടുതൽ വാല്യൂ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. 1നും 0ക്കും 1നോട് ഈക്വൽ ആകാം, 0നോട് ഈക്വൽ ആകാം, അതിന്റെ ഇടയിൽ നിൽക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് ഫുൾ ഷുവർ കേസിൽ 1 ആണ്. അപ്പൊ ആ 1 കണ്ടോ, P of A നടക്കാനുള്ള പ്രോബബിലിറ്റിയും നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടെ ചേർക്കുമ്പോൾ ഷുവർ ഇവന്റ് ആകും. ദാറ്റ് ഈസ് 1. നടക്കാനുള്ള പ്രോബിലിറ്റി നടക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റിയുടെയും കൂടെ സം എടുക്കുമ്പോൾ 1 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ, ഇതിൽ നിന്ന് P of A കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? P of A ഇങ്ങോട്ട് കൊണ്ടുവരാം, 1 മൈനസ് P of A. കണ്ടോ, അതാണ് ഈ ഇക്വേഷൻ. അപ്പൊ നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1ൽ നിന്ന് നടക്കാനുള്ള പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അത് തിരിച്ചും ചെയ്യാറുണ്ട്. P of A കണ്ടുപിടിക്കാൻ 1 മൈനസ് P of A കോംപ്ലിമെന്റും ചെയ്യാറുണ്ട്. എനിവേ ഇക്വേഷൻസ് ഒന്നും മനസ്സിലാക്കാത്തതാണ്. ഇനി P of A or B, P of A or B യൂണിയനും ഇന്റർസെക്ഷനും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നിങ്ങൾ +1 പഠിച്ചതാണ്. +1 ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അത് പഠിക്കാത്തവരായിട്ടുള്ളവര് കാണുമ്പോൾ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ അകത്ത് പഠിക്കുന്നതാണ് സെറ്റിന്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസ് ആണ് യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ A or B എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ A അല്ലെങ്കിൽ B അല്ലെ, അങ്ങനെയല്ലേ? A or B എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ A അല്ലെങ്കിൽ B, അല്ലെങ്കിൽ A or B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് A യൂണിയൻ B എന്ന് പറയാം. അപ്പം Aക്കകത്തുള്ള എല്ലാ എലമെന്റ്സുകളും എടുത്തിരുന്നു, Bക്കകത്തുള്ള എല്ലാ എലമെന്റ്സുകളും എടുത്തിരുന്നു. അതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ A or B എന്ന്, അതായത് ഈ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണത്തിന്റെയും കൂടെ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കേസിൽ എന്തായിരിക്കും കേസ്? P of A കണ്ടുപിടിക്കാം, P of A കണ്ടുപിടിക്കേണ്ട സം കണ്ടുപിടിച്ച് മൈനസ് P of A ഇന്റർസെക്ഷൻ B. ചില കേസില് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെ വരും. P of A നിങ്ങൾക്ക് ചിലപ്പോൾ തരും, P of B തരും, P of A ഇന്റർസെക്ഷൻ B തരും. P of A യൂണിയൻ B കണ്ടുപിടിക്കാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? ഇനി A ആൻഡ് B, എയും നടക്കണം ബിയും നടക്കണം, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ അർത്ഥം എന്താ? A ആൻഡ് B അത് ഇന്റർസെക്ഷൻ ആണ്, A ഇന്റർസെക്ഷൻ B ആണ്. ഇന്റർസെക്ഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? A എന്ന് പറയുന്ന ഒരു സെറ്റും B എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ടെങ്കിൽ Aക്കകത്തും Bക്കകത്തും കോമൺ ആയിട്ടുള്ളതിനെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇന്റർസെക്ഷനിലേക്ക് എഴുതുന്നത്. ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ A ആൻഡ് B എന്ന് പറയുമ്പോൾ A ഇന്റർസെക്ഷൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നോക്കിയേ, ഇതല്ലേ A ഇന്റർസെക്ഷൻ B, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എങ്ങനെ മാറും? P of A ഇന്റർസെക്ഷൻ B is equal to P of A plus P of B minus P of A യൂണിയൻ. ക്ലിയർ ആണോ? ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്താണ് പ്രോബിലിറ്റി ഓഫ് A ആൻഡ് നോട്ട് B. A നടക്കണം പക്ഷെ B നടക്കരുത്. ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകളാണ് വരുന്നത്. ആൻഡ് A ആൻഡ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ, ഓർ ആകുമ്പോൾ യൂണിയൻ, ആൻഡ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ.
എ ഉണ്ടായതുകൊണ്ട് എ, നോട്ട് ബി ആയതുകൊണ്ട് ബി കോംപ്ലിമെന്റ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് എയുടെ കേസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ബി കോംപ്ലിമെന്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, ബി സംഭവിക്കാൻ പാടില്ല. സോ ദ ഇക്വേഷൻ ഇസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതും പറഞ്ഞു. അടുത്താണ് മക്കളെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നാമത്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അതിന്റെ അകത്ത് വരുന്ന ഒരു കേസാണ് പി ഓഫ് എ ഗിവൺ ബി. എങ്ങനെ വായിക്കുന്നത്? പി ഓഫ് എ ഗിവൺ ബി. ഇതെന്താ സംഭവം വെച്ചാൽ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ തരും ആ ഒരു സാധനം നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് എ നടക്കാനുള്ള പോസിബിലിറ്റി പ്രോബ്ലം വരുന്ന സമയത്ത് പറയാം. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നില്ല. ഇക്വേഷൻ മാത്രം മനസ്സിലാക്കുക, ഇത്ര മാത്രം ചിന്തിക്കുക. ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം നടന്നു, അതിനുശേഷമുള്ള എ നടക്കാനുള്ള പ്രോബിലിറ്റി. ഇതിനെയാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ ഡിനോമിനേറ്റർ പ്രോബിലിറ്റി ഓഫ് ബി. അടുത്ത പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താ? പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ബിയുടെ പ്രോബിലിറ്റി. അപ്പൊ എങ്ങനെ വരും? പ്രോബിലിറ്റി ഓഫ് സെയിം എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി ബൈ താഴത്തെ പി ഓഫ് എ. ആ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്, ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇക്വേഷൻസ് പഠിച്ചോണം. പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. And P of B given A is A intersection B by P of A. Clear ആണോ? So these are the conditional probability cases. Probability of sample space divided by A എന്നാണെങ്കിൽ എന്തായിരിക്കും? Probability of ഇതായിരുന്നെങ്കിൽ എങ്ങനെ വരും? Probability of ഇതാവുമ്പോൾ ഈ ഇക്വേഷൻ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ S intersection A by എന്താ? Probability of A അല്ലേ? എസും അതായത് ചെറിയ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ചെറിയ എ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് ആരായിരിക്കും? എ ആയിരിക്കും. സോ ദാറ്റ് ഇസ് പി ഓഫ് എ ബൈ പി ഓഫ് എ. അതുകൊണ്ടാണ് ഇത് 1 ആയിട്ട് കിട്ടുന്നത്. ഇത് യൂണിയനും അതേപോലെ ഇന്റർസെക്ഷനും ഒക്കെ അറിയുന്നവർക്കാണെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം, അറിയാത്തവരാണെങ്കിൽ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കും. കാരണം നമുക്ക് എല്ലാം സെറ്റ് മുതലേ പറഞ്ഞു വരാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ +1 നോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇക്വേഷൻസും യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ. അപ്പം ഇതാണ് കേസ്. ഓക്കെ, ഇനി അടുത്ത് എന്താ? പി ഓഫ് എ കോംപ്ലിമെന്റ് ഗിവൺ ബി. ബി നടന്നതിന് ശേഷമുള്ള എ നടക്കാതിരിക്കാനുള്ള കേസ് എന്ത് വരും? 1 മൈനസ് പി ഓഫ് എ ഗിവൺ. 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി. ഇത് കാണാതെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുകയോ എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ഉണ്ട് ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടില്ല, കുറച്ച് ഇൻഡിപെൻഡന്റ് ഇവന്റ് വരുന്നതിന്റെ കേസൊക്കെ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകാനായിരുന്നു. ഒന്ന് എഴുതി വെക്കുക, എഴുതി വെച്ചാൽ മാത്രം പോലെ മനസ്സിലാക്കണം. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുത്തോ, ബാക്കി നമുക്ക് ബാക്കിയുള്ളതുകൂടെ പറഞ്ഞുതരാം. പറഞ്ഞോണ്ടേടാ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇതാണെങ്കിലും സെൽ എടുത്ത് ഇങ്ങനെ കാണും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി. അതും സെയിം തന്നെ. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഡിവൈഡഡ് ബൈ ബിക്ക് അത് എത്ര എണ്ണം ഉണ്ട്? അതേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എ സെയിം സാധനമാണ്. ഈ രണ്ട് ഇക്വേഷനും ഒരേപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ബാക്കി നമ്മൾ പഠിക്കാനുള്ള ഇക്വേഷൻസ് ആണിത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ബാക്കി എന്നാണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എ ഗിവൺ സി പ്ലസ് ബി ഗിവൺ സി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ സി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യം എ ഗിവൺ സി, പിന്നെ രണ്ടാമത് നടക്കുന്നത് ഗിവൺ സി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ സി. മനസ്സിലായോ? ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കേണ്ട ആവശ്യം. പ്രോബ്ലംസ് വരുന്ന സമയത്ത് മിസ് പറയാം ഏതൊക്കെയാണ് ഇക്വേഷൻസ് എടുക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത ഒന്നോടെ വരുവേ, അതവിടെ എഴുതിയില്ലായിരുന്നു. അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് ബിയുടെ കേസിലല്ലേ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബൈ എ ഇങ്ങനെയും വരാറുണ്ട് കേട്ടോ. അത് അന്നേരം വിട്ടുപോയതാ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഉണ്ട്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ഉണ്ട്. അതേ തന്നെ ഇവിടെ നോക്കിയാൽ
two events A and B are independent, then P of A intersection B is equal to P of A into P of B എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം P of A intersection B യുടെ ആണ്. അപ്പൊ ഏതെടുക്കും എന്നുള്ളൊരു കേസാണ് മക്കളെ. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേസ്. ഇൻഡിപെൻഡന്റ് അല്ല അടുത്ത കേസിൽ ഇതാണ്. അതും തന്നെ എങ്ങനെ അത് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് മെൻഷൻ ചെയ്യത്തില്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഒരു സാധനം നമ്മൾ എടുത്തു, അത് തിരിച്ചു വെക്കാതെ അടുത്ത വീണ്ടും സാധനം എടുക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണും. ഒരു സാധനം നമ്മളൊരു ബോക്സിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഒരു പല കളറിലെ ബോൾ ഇട്ട് വെച്ചേക്കാണെന്ന് വിചാരിക്കും. ഒരു ബ്ലൂ ബോൾ എടുത്തു, അത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ വീണ്ടും നമ്മൾ അടുത്ത റെഡ് ബോൾ എടുക്കുകയാണ്. ആ കേസിൽ അത് ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ, ആ കേസിൽ അത് ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഈ ഒരു കേസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത് ഇവന്റ് എ ആണോ ബി ആണോ നമ്മുടെ ഫേവറബിൾ അനുസരിച്ചിരിക്കും ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാണെന്ന്. എങ്കിലും ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും P of B into P of A by B or P of A into P of B by A. പക്ഷെ നമ്മൾ എടുത്ത സാധനം തിരിച്ചിട്ടിട്ടാണ് വീണ്ടും അതിൻ്റെ അകത്ത് അടുത്ത കളർ എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. P of A intersection B is equal to P of A into P of B ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറവും ഇൻഡിപെൻഡന്റ് കേസ്. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് അതിലെടുത്ത് പറയും, അല്ലെങ്കിൽ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇക്വേഷൻ. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, എ നടക്കാതിരിക്കാനും ബി നടക്കാതിരിക്കാനുള്ള കേസുകൾ അല്ലെ, എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അടുത്ത ഇതാണ് മക്കളെ ബേസ് തിയറം. ഇതാണ് ബേസ് തിയറം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് പഠിക്കണം. അത് ഇതിന്റെ അകത്ത് ഞാൻ കുറച്ച് നീട്ടി വലിച്ച് എഴുതിയേക്കുന്നതാണ്. സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് എഴുതുക. അതല്ലാതെ ഇതിന്റെ അകത്ത് കോൺസെപ്റ്റുകൾ ഇങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട. പ്രോബ്ലം വരുന്ന സമയത്ത് മിസ് പറഞ്ഞുതരാം എങ്ങനെ ഇന്ന് ഒന്ന് ആ ഒരു കണക്കുകൂട്ടലിൽ ചെയ്തു പോയാൽ മതി. ഇങ്ങനെ കാണാതെ പഠിക്കണമൊന്നും ഇല്ല. എന്നാലും ഒന്ന് വായിക്കാം. ഇഫ് E1 E2 E3 എക്സെട്ര En എന്ന് പറയുന്ന n നമ്പർ ഓഫ് നോൺ എംപ്റ്റി ഇവന്റ്സുകൾ ഉണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഫേവറബിൾ ഔട്ട്കംസ് അതിൽ കിടക്കുന്ന കുറച്ച് ഇവന്റ്സുകൾ അതിൻ്റെ അകത്തുണ്ട്. Which constitute a partition of a sample space S and A is any event of non-zero probability, then അതായത് നോൺ സീറോ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ഇവന്റ് എ ആണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഇവന്റിൽ എ നടക്കാനുള്ള പോസിബിലിറ്റി P of EI by A. അതായത് EI സംഭവിക്കാം എ, E2 സംഭവിക്കാം, E3 സംഭവിക്കാം. അത് മാറുന്നതനുസരിച്ച് ഇക്വേഷനിലെ വ്യത്യാസം വരും. ഇവിടെ ഇപ്പൊ E1 E2 E3 അങ്ങനെ En വരെ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ഓരോ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഒരു 3 ബോക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. 3 ബോക്സിലും ബോളുകളുണ്ട്. അപ്പൊ എന്റെ എ എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞ എനിക്കൊരു റെഡ് ബോൾ കിട്ടണം. അത് ഫസ്റ്റ് ബോക്സിലും റെഡ് ബോൾ ഉണ്ട്, സെക്കൻഡ് ബോക്സിലും റെഡ് ബോൾ ഉണ്ട്, തേർഡ് ബോക്സിലും റെഡ് ബോൾ ഉണ്ട്. അപ്പൊ ഞാൻ സ്പെഷ്യലി എടുത്ത് പറയുകയാണ്, ഈ റെഡ് ബോൾ എനിക്ക് ഫസ്റ്റ് ബോക്സിൽ നിന്ന് തന്നെ കിട്ടണം. അതിനെ E1 E2 E3 എന്ന് പേരിട്ട് കൊടുത്താൽ എ എനിക്ക് കിട്ടേണ്ടത് E1 നിന്നാണ്, അല്ലെങ്കിൽ എ എനിക്ക് കിട്ടേണ്ടത് E2 നിന്നാണ്, അല്ലെങ്കിൽ എ എനിക്ക് കിട്ടേണ്ടത് E3 നിന്നാണ്. അപ്പൊ ഏതാണോ എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ച് E1 നിന്നാണ് കിട്ടേണ്ടെങ്കിൽ E1 by A, E2 നിന്നാണ് കിട്ടേണ്ടെങ്കിൽ E2 by A, E3 നിന്നാണ് കിട്ടേണ്ടെങ്കിൽ E3 by A. മനസ്സിലായി? അതനുസരിച്ച് വ്യത്യാസം സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ I എന്ന് പറയുന്നത് ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം ഉണ്ട്. ഇപ്പൊ എനിക്ക് 3 ബോക്സുകളാണ് ഞാൻ അസ്യൂം ചെയ്യുന്നതെങ്കിൽ E1 E2 E3 I 1 2 3 ആയിരിക്കും. ഇവിടെ n നമ്പർ ഓഫ് നോൺ എംപ്റ്റി സെറ്റ് ജനറൽ ആയിട്ട് എഴുതിയത് കൊണ്ട് 1 2 3 എക്സെട്ര n വരെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഇക്വേഷനിൽ മാറ്റം സംഭവിക്കും. സോ P of EI by A is equal to P of EI into P of A given EI divided by ഓരോന്നിന്റെയും സം. സിഗ്മ j is equal to 1 to n. സിഗ്മ കാണിക്കുന്നത് എന്തിനാ? സമ്മിനെ കാണിക്കാനാണ്. പ്രോബിലിറ്റി ഓഫ് EJ P of A given EJ. EJയും ഈ പറഞ്ഞ പോലെ 1 2 3 എക്സെട്ര എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് കേസ്. അത് മക്കളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഒരു കോൺസെപ്റ്റ്. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മിസ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. സ്റ്റേറ്റ് ബേസ് തിയറം എന്ന് പറഞ്ഞാൽ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പ്രോബ്ലം എങ്ങനെ വരും എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കും. ബാക്കി ഏതെങ്കിലും ഒന്ന് കണ്ടീഷണലിന്നോ ഇൻഡിപെൻഡന്റിന്നോ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റിൽ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചു എന്തൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കോയിൻസിന്റെ കേസ് പറഞ്ഞു, ഡൈസിന്റെ കേസ് പറഞ്ഞു, കാർഡ്സിന്റെ കേസ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഈ ചാപ്റ്ററിലെ ഫുൾ ഇക്വേഷൻസിനെയാണ് ഞാൻ ഒരുമിച്ചാക്കി വെച്ചത്. ഇനി ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല. ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രോസസ്സിംഗ് ഒക്കെ നല്ല സമയം എടുക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൂടെ കാണിക്കാം.
ഇൻഡിപെൻഡന്റിന്റെയും ബേസിന്റെയും കൂടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് വെരി ബേസിക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, പി ഓഫ് എ എന്ന് പറയുന്നത് 0.6 ആണ്, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.3 ആണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും കണ്ടുപിടിക്കുക. വളരെ എളുപ്പം അല്ലെ? അപ്പൊ ഇക്വേഷൻ മൊത്തത്തിൽ അറിയാലോ. എന്താ ആൻസറിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ഇതാണ് ഗിവൺ, പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്? പി ഓഫ് എ ഗിവൺ ബി എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഗിവൺ ബി. താഴെ എന്താണോ കിടക്കുന്നത് അതിന്റെ പ്രോബിലിറ്റി പി ഓഫ് ബി അല്ലെ? അപ്പൊ പി ഓഫ് എ ഗിവൺ ബി എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടില്ലേ, ദാറ്റ് ഈസ് 0.2 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി 0.3. മക്കളെ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഇതിന്റെ അകത്ത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2/3 എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ അറിയണം മക്കളെ. എ ഗിവൺ ബി ആണെങ്കിൽ രണ്ടെണ്ണത്തിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ഡിവൈഡഡ് ബൈ താഴത്തെ പ്രോബിലിറ്റി. ക്ലിയർ ആണോ? അടുത്ത പി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു, നോക്കിയടാ, ബി ഇന്റർസെക്ഷൻ എ അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും സെയിം ആണ്, ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന പി ഓഫ് എ അല്ലെ? ഇന്റർസെക്ഷൻ എന്താണ്? 0.2. എയുടെ കേസ് എന്ന് പറയുന്നത് 0.6 ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/6 എന്ന് കിട്ടി, ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. So the final answer is 2/3 and 1/3. എളുപ്പമല്ലേടാ? വളരെ എളുപ്പമല്ലേ? ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ അതിന്റെ ഡിനോമിനേറ്റർ പി ഓഫ് ബി. പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ഡിവൈഡ് ബൈ പി ഓഫ് എ. So this is the case where we can find P of A given B and P of B given A. പെട്ടെന്ന് എഴുതിക്കോ മക്കളെ. നോക്കിയിട്ട് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സെയിം അതേ പാറ്റേൺ തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നതിന് പകരം ഇവിടെ യൂണിയൻ തന്നു. പക്ഷെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇന്റർസെക്ഷന്റെ ആവശ്യം. അപ്പൊ യൂണിയനും ഇതും ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താ? ആൻസർ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അല്ലെ? അപ്പൊ പി ഓഫ് എ എന്താ? 6/11 പ്ലസ് 5/11 മൈനസ് 7/11 അല്ലെ? അപ്പൊ എല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 + 5 മൈനസ് 7/11 വിച്ച് ഇസ് ഈക്വൽ ടു 11 മൈനസ് 7 ഇസ് 4/11 എന്ന് എന്ത് കിട്ടും? ഇന്റർസെക്ഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിലേക്ക് ഇട്ട് കൊടുക്കാം? ഈ രണ്ടെണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പി ഓഫ് എ ഗിവൺ ബി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. മക്കളെ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ കണ്ടുപിടിച്ചു, 4/11 ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് 5/11. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട. മുകളിൽ ഒരു ഫ്രാക്ഷൻ, താഴെ ഒരു ഫ്രാക്ഷൻ. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? മുകളിൽ ഒരു ഫ്രാക്ഷൻ, താഴെ ഒരു ഫ്രാക്ഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? മുകളിലത്തെ ഫ്രാക്ഷൻ മെയിൻ ഡിവിഷൻ മാറി ഇൻഡു ആവും, താഴത്തെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ 11/5. മുകളിലത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക, മെയിൻ ഡിവിഷൻ മാറി ഇൻഡു ആവും, താഴത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ. 11 ക്യാൻസൽ ആവുമ്പോൾ ആൻസർ വിൽ ബി 4/5 എന്ന് കിട്ടും. സിമിലർ രീതിയിൽ മൂന്നാമത്തെ ഒന്ന് കണ്ടുപിടിച്ചേ, പി ഓഫ് ബി ബൈ എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് ബി ബൈ എ ഇസ് പി ഓഫ് B intersection A divided by P of. So which is equal to P of, that is P of B intersection A ക്ക് വരെ ഞാൻ നേരത്തെ പറഞ്ഞ A intersection B എന്നാണെങ്കിൽ ഇനി ആ ഡൗട്ട് വേണ്ട. P by 11 divided by P of A is 6/11 which is equal to ഇതേപോലെ തന്നെ 4/11 into 11/6 is equal to 4/6 cancel ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. So this is the value for the P of A given B, P of B given A and P of A intersection B. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ നോക്കിയിട എന്താ ക്വസ്റ്റ്യൻ? ഇത് അടുത്ത ലെവൽ ഓഫ് ടൈപ്പിലെ ക്വസ്റ്റ്യൻ. മറ്റേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ കോയിന്റെ കേസ് ഞാൻ എഴുതിക്കുന്നത്. ഇതേപോലെ തന്നെ ഡൈസും ചോദിക്കും, അതേപോലെ തന്നെ മറ്റേ കാർഡ്സ് ചോദിക്കും,
പിന്നെ കോയിൻസിന്റെ തന്നെ 3 കോയിൻസുകളുടെ ആണ് ഇപ്പൊ ഞാൻ 3 കോയിൻസിന്റെ എഴുതിയേക്കുന്നത്, 3 ടൈംസിന്റെ എഴുതിയേക്കുന്നത്, 2 ടൈംസിന്റെ ചോദിക്കും. അപ്പം അത് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദിക്കും, ഏത് എക്സാമിന് ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സസൈസിലുണ്ട്. എക്സസൈസ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്തു നോക്കാൻ നിർബന്ധമാണ്. അല്ലാതെ ഇത് മാത്രം പഠിച്ചിട്ട് പോവരുത്. ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇത് ക്ലിയർ ആവും. പക്ഷെ ഈ ടൈപ്പിൽ തന്നെ എക്സസൈസിൽ വേറെയും ക്വസ്റ്റ്യൻസുകളുണ്ട്, ചെയ്ത് നോക്കുക. അതിന്റെ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ കാണുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ കോയിൻ ഇസ് ടോസ്ഡ് 3 ടൈംസ്. 3 ടൈംസ് ടോസ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും എന്ന് മിസ് തന്നില്ലായിരുന്നോ? എങ്ങനെയാണ്? എച്ച് 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 ടി എച്ച് ടി എച്ച് ടി എച്ച് എച്ച് അല്ലെ? പിന്നെ 2 ടി വെച്ചിട്ടാണെങ്കിൽ ടി ടി എച്ച് ടി എച്ച് ടി എച്ച് ടി ടി പിന്നെ ടി ടി ടി. ഇതാണ് കേസ് അല്ലെ. 1 2 3 4 5 6 7 8 പോസിബിലിറ്റി ആണ്. മക്കളെ ഇതിനകത്ത് 2 സെറ്റുകൾ അല്ലെങ്കിൽ 2 ഇവന്റ്സുകൾ നിങ്ങൾക്ക് തരും, എയും ബിയും. കണ്ടുപിടിക്കേണ്ടത് എ ഗിവൺ ബി, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് 2 എണ്ണം തരും. സെറ്റ് എയും തരും, സെറ്റ് ബിയും തരും. ഈ എയും ബിയും നമ്മൾ ഡിഫൈൻ ചെയ്യണം. എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, 2 ഹെഡ് എങ്കിലും കിട്ടണം. അങ്ങനെ വരുമ്പോ എന്ത് വരാം? 3 ഹെഡ് ഉള്ളത് കൺസിഡർ ചെയ്യാം, സന്തോഷമായി അല്ലെ. അറ്റ്ലീസ്റ്റ് 2 എണ്ണം മതി, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആക്കാം. അപ്പൊ ഇതെടുക്കാം, എച്ച് എച്ച് ടി എടുക്കാം, എച്ച് ടി എച്ച് എടുക്കാം, ടി എച്ച് എച്ച് എടുക്കാം. സോ ദീസ് ആർ സം ഓഫ് ദ വൺ വേർ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്നുള്ള കേസ് എ കിട്ടി. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് നോക്കിയിടാ. ബി എന്ന് പറയുന്ന സെറ്റ് അറ്റ്മോസ്റ്റ് 2 ഹെഡ്, ഏറ്റവും കൂടുതൽ 2 ഹെഡ് വരെ, അതിൽ കൂടുതൽ വേണ്ട. 3 ഹെഡ് നമുക്ക് വേണ്ട, അറ്റ്മോസ്റ്റ് 2 ഹെഡ് വരെ മതി. താഴോട്ട് എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ എന്ത് ചെയ്യാം? 2 ഹെഡ് ഉള്ളത് എടുക്കാം, എച്ച് എച്ച് ടി എച്ച് ടി എച്ച് പിന്നെ ടി എച്ച് എച്ച് പിന്നെ അത് 2 ഹെഡ് ഉള്ളത്. ഇനി 1 ഹെഡ് ഉള്ളത് എടുക്കാം, കാരണം ഏറ്റവും കൂടുതൽ 2, അതിന്റെ താഴോട്ട് 1 ഉള്ളതായാലും കുഴപ്പമില്ല. അപ്പൊ എന്തെടുക്കാം? ടി ടി എച്ച് ടി എച്ച് ടി എച്ച് ടി ടി എച്ച് ടി ടി പിന്നെ 1 ഹെഡും ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല അല്ലെ. എത്രണ്ണം വരും? എക്കകത്ത് എത്ര? 1 2 3 4 എലമെന്റ്സ് ആ. അപ്പൊ എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ബിക്കകത്ത് 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. സോ എൻ ഓഫ് ബി എന്ന് പറയുന്നത് 7 എണ്ണം കിട്ടി. ഓക്കെ, ഇനി മക്കളെ എന്താ വേണ്ടത്? പി ഓഫ് എ ഗിവൺ ബി ആ. പി ഓഫ് എ ഗിവൺ ബി യുടെ ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നാണ്. പക്ഷെ മക്കളോട് ഞാൻ പറഞ്ഞു, നമ്പേഴ്സ് ആണെങ്കിൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി എന്ന് എഴുതിയാലും മതി. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ബിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത് കൊടുത്താൽ മതി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം അല്ലെ. സെറ്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താ? രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളതിനെ ഇന്റർസെക്ഷനിലേക്ക് എഴുതാം. അപ്പൊ ഇവിടെ 3 എണ്ണം ഉള്ളത് ഇവിടെ ഇല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ എച്ച് എച്ച് ടി ഉണ്ട്, ഇവിടെ എച്ച് എച്ച് ടി ഉണ്ട്. സോ എച്ച് എച്ച് ടി പിന്നെ ഇത് രണ്ടും ഉണ്ട്, എച്ച് ടി എച്ച്, അടുത്തത് ടി എച്ച് എച്ച് അല്ലെ. ഈ 3 എലമെന്റ്സുകൾ മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ. ഇതാണ്ട് ഇവിടെ നോക്കിക്കേ, ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ 3 എണ്ണമാണ് 2 സെറ്റിലുണ്ട്. 2 സെറ്റിലും കോമൺ ആയിട്ടുള്ളതാണ് ഇന്റർസെക്ഷൻ വരുന്നത്. ഇതൊക്കെ +1 ടോപ്പിക്കാണ് കേട്ടോ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതിനെ പിടിച്ചെഴുതാം. അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് എത്ര കിട്ടി? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് എത്ര കിട്ടി? 3 എലമെന്റ്സുകൾ കിട്ടി. മക്കളെ ഈ ഇക്വേഷൻ ഇവിടോട്ട് ഞാൻ എഴുതുവാണേ. ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് 3 എണ്ണം divided by n of b kyaathu 7 ennam. So the final answer will be 3/7 is the final answer. മനസ്സിലായോ? ഫൈനൽ ആൻസർ ഇസ് 3/7. ഇതേപോലെ തന്നെ പി ഓഫ് ബി ഗിവൺ എ ആ ചോദിച്ചെങ്കിലോ ഇതേ ഇന്റർസെക്ഷൻ 3 ഡിവൈഡ് പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ ഇക്വേഷൻ വിൽ ബി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ആയിരിക്കും അല്ലെ. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാ? 3 ഡിവൈഡഡ് ബൈ പി ഓഫ് എ എത്രയാ? P of A അതായത് n of A is 4. അപ്പൊ 3/4 തന്നെ ആയിരിക്കും. ക്ലിയർ ആണോടാ മക്കളെ? അപ്പൊ ഇതാണ് കേസ്. 3/4 3/7.
ക്ലിയർ ആണോ? അപ്പൊ ഈ വ്യത്യാസം വരും. ആൻഡ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഒരു എന്താണോ നമുക്ക് ഇവന്റ് വരുന്നത് അതിന്റെ സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യുക. 2 സെറ്റുകൾ കാണും. ആ എ എന്തൊക്കെയാണ് ഫേവറബിൾ ഔട്ട്കംസ് എടുത്തെഴുതുക, ബി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഫേവറബിൾ ഔട്ട്കംസ് എഴുതുക, അതിന്റെ അത് എത്രണ്ണം ഉണ്ടെന്നുള്ളത് എഴുതുക, അതിന്റെ ഒരു ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകളെ പിടിച്ചിട്ടാൽ ഇന്റർസെക്ഷൻ കിട്ടും, അതിന്റെ എണ്ണം എഴുതുക. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, സോ സിമ്പിൾ. അപ്പൊ ഈ തരത്തിലായിരിക്കും കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി എന്തെങ്കിലും ആഡ് ഓൺ ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നോക്കട്ടെ, ഇട്ട് തരാം. അതല്ലാതെ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ വളരെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കോയിന്റെ 3യുടെ പോലെ തന്നെ 2ന്റെ വരാം, 3യുടെ വരാം, ഡൈസിന്റെ വരാം. ഡൈസിൽ തന്നെ ഒത്തിരി ഉണ്ട്. സമ്മ് 4 വരുന്ന 2 ടേംസുകളുടെ ഫേവറബിൾ ഔട്ട്കം, അല്ലെങ്കിൽ സമ്മ് 9നേക്കാൾ താഴെ, അല്ലെങ്കിൽ പിന്നെന്താ കുറെ ഉണ്ട്. ഡബിളറ്റ് എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 4 4 5 5 6 6 അങ്ങനെ കുറെ അധികം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകളുണ്ട്. നിങ്ങൾ എക്സസൈസിൽ നോക്കാം, എക്സസൈസിലെ ക്വസ്റ്റ്യൻസുകൾ തന്നെ നോക്കിയാൽ പക്ക നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അപ്പൊ ഇതായിരിക്കും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്ന ടൈപ്പിലെ ക്വസ്റ്റ്യൻസുകളാണ്. ഇതോ ഇൻഡിപെൻഡന്റിന്റെ അകത്തുനിന്നോ ആയിരിക്കും. അപ്പൊ അതറിയാൻ വളരെ എളുപ്പമല്ലേ, ഈസി അല്ലേ? അപ്പൊ ഇത് എഴുതിയെടുക്കുക. നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ഈ ഒരു കോൺസെപ്റ്റ് തീർന്നു. ഇതിന്റെ അകത്ത് നമ്മൾ ബേസിക്സും അതേപോലെ തന്നെ ഇക്വേഷൻസും കണ്ടീഷണലിന്റെ പ്രോബ്ലംസും ചെയ്തു. ഇനി വരുന്നത് ഇൻഡിപെൻഡന്റും ബേസ് തിയറവുമാണ്. വെരി ഇമ്പോർട്ടന്റ്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷൻ മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ആൻഡ് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ക്ലാസ് മനസ്സിലായെന്നൊക്കെ കമന്റ് സെക്ഷനിൽ പറയണം. എന്തായാലും നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം. ഇത് മനസ്സിലാക്കിയതിന് ശേഷം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ബാക്കിയൊന്നും എടുത്തു വെച്ച് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.